ഡൊമസ്റ്റിക് ബയോമെട്രിക് ഡാറ്റ ഓപ്പറേറ്റർ വൊക്കേഷണൽ തിയറി ക്ലാസ്സസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് യൂണിറ്റ് 3 ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ് സിസ്റ്റം മെയിൻ്റനൻസ് എന്ന പാഠഭാഗത്തിലെ രണ്ടാമത്തെ സെഷനാണ്. നമുക്ക് ഇന്നത്തെ ടോപ്പിക്കുകൾ നോക്കാം. ഇന്നത്തെ ടോപ്പിക്ക് ആർക്കിടെക്ചർ ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. സെക്കൻഡ് ടോപ്പിക് ടൈപ്സ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. Next is embedded system. We will also discuss system commands in OS and also the operating system interface used for biometric data collection. ആദ്യമായിട്ട് നമുക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ആർക്കിടെക്ചർ തന്നെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ വിവിധ ഫങ്ഷൻസ്. എന്താണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം? യെസ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇസ് ആൻ ഇൻ്റർഫേസ് ബിറ്റ്വീൻ ഹാർഡ്വെയർ ആൻഡ് യൂസർ. യൂസറും ഹാർഡ്വെയറും തമ്മിൽ ഒരു ഇൻ്റർഫേസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ഹാർഡ്വെയറിന് തനിച്ചൊന്നും ചെയ്യാൻ കഴിയില്ല. അതേപോലെ യൂസറിന് ഹാർഡ്വെയറിനോട് ഇൻട്രാക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മീഡിയമാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അല്ലെങ്കിൽ യൂസറിൻ്റെ എല്ലാ ആവശ്യങ്ങളും ഹാർഡ്വെയർ വെച്ച് ചെയ്തു തരുന്ന ഒരു ഇൻ്റർഫേസാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ വളരെ സിമ്പിളായ ഒരു ആർക്കിടെക്ചറാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊക്കെ ഉണ്ട്, നമ്മൾ വലിയ ക്ലാസ്സുകളിൽ പഠിക്കും. ഇപ്പോൾ നമ്മൾ വളരെ സിമ്പിളായ ഒരു ആർക്കിടെക്ചർ നോക്കാം. ഏറ്റവും അകത്തെ ഭാഗത്ത് നമ്മൾ കാണിച്ചിരിക്കുന്നത് ഹാർഡ്വെയർ ആണ്. ആൻഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇറ്റ്സെൽഫ് ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു കേർണൽ ആൻഡ് ഷെൽ. കേർണലും ഷെല്ലും കാണുന്ന ആ ഒരു ഭാഗം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഭാഗമാണ്. ഔട്ടർ ലെയറിൽ നമ്മൾ കാണിച്ചിരിക്കുന്നത് ആപ്ലിക്കേഷനാണ്. അതായത് യൂസർ എങ്ങനെയാണ് ഹാർഡ്വെയറുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നത്, ഓരോ ആപ്ലിക്കേഷൻസ് വഴിയാണ് നമ്മൾ ഹാർഡ്വെയർ ചോദിച്ച് ഉപയോഗിക്കുന്നത്, അല്ലേ? അപ്പോൾ ആ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ യൂസർ ലെവലാണ് എക്സ്റ്റേണലിൽ കാണിച്ചിരിക്കുന്നത്, എക്സ്റ്റേണൽ ലെയറായിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് കേർണലും ഷെല്ലും. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ രണ്ട് പ്രധാന ഭാഗങ്ങളാണ് കേർണൽ ആൻഡ് ഷെൽ. നമ്മൾ ആപ്ലിക്കേഷൻ പ്രോഗ്രാംസിലൂടെ എന്തെങ്കിലും കമാൻഡ് കൊടുക്കുന്നത് ആദ്യം പോകുന്നത് ഷെല്ലിലേക്കാണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ രണ്ട് ഭാഗങ്ങളാണ് ഷെല്ലും കേർണലും. അതിൽ ആദ്യം നമ്മുടെ കമാൻഡ് പോകുന്നത് ഷെല്ലിലേക്കാണ്. ഷെല്ല് ഒരു ഇൻ്റർപ്രറ്ററായിട്ട് ആക്ട് ചെയ്യും. എന്തിനാണ് ഷെല്ല് ഒരു ഇൻ്റർപ്രറ്ററായിട്ട് ആക്ട് ചെയ്യുന്നത്? അതെ, നമ്മൾ കൊടുക്കുന്ന കമാൻഡ്സ് എന്ന് പറയുന്നത് ഹൈ ലെവൽ ലാംഗ്വേജിലോ അസംബ്ലി ലാംഗ്വേജിലോ ആയിരിക്കാം, അല്ലേ? അല്ലാതെ മെഷീൻ ലാംഗ്വേജിൽ ടൈപ്പ് ചെയ്യാൻ സാധാരണ എല്ലാ വ്യക്തികൾക്കും കഴിയില്ല, അല്ലേ? നമ്മൾ കമ്പ്യൂട്ടറായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നത് ഒന്നെങ്കിൽ ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് അല്ലെങ്കിൽ ക്യാരക്ടർ യൂസർ ഇൻ്റർഫേസ്. കമാൻഡ് ലൈനിൽ കമാൻഡ്സ് ടൈപ്പ് ചെയ്തോ അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിൽ നമ്മൾ ഐക്കൺസ് ക്ലിക്ക് ചെയ്തൊക്കെയാണ് നമ്മൾ സിസ്റ്റത്തിൽ നമ്മുടെ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. ആ ഓരോ കമാൻഡ്സും ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്, അതായത് മെഷീൻ ലെവലിലേക്ക് ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്താൽ മാത്രമേ ഹാർഡ്വെയറിനെ കൊണ്ട് ആ ജോലികൾ ചെയ്യിക്കാൻ സാധിക്കുള്ളൂ. ആ ഒരു കൺവേർഷൻ അല്ലെങ്കിൽ ആ ഒരു ഇൻ്റർപ്രിട്ടേഷൻ നടക്കുന്നത് ഷെല്ലിലാണ്. ഷെൽ ഇൻ്റർപ്രറ്റ് ചെയ്ത് നമ്മുടെ കമാൻഡ്സ് എല്ലാം കേർണലിലേക്ക് സെൻഡ് ചെയ്യുന്നു. കേർണൽ ആണ് നമ്മുടെ എല്ലാ ഓപ്പറേഷൻസും ഹാർഡ്വെയറിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് നമ്മുടെ റിക്വസ്റ്റ് പ്രോസസ്സ് ചെയ്ത് റിസൾട്ട് നമുക്ക് തിരിച്ചു തരുന്നത്. നമുക്കൊന്നുകൂടി നോക്കാം കേർണൽ എന്താണ്, ഷെൽ എന്താണ്. കേർണൽ ഈസ് ദ ബ്രിഡ്ജ് ബിറ്റ്വീൻ ദ ഷെൽ ആൻഡ് ദ ഹാർഡ്വെയർ. നമ്മൾ നേരത്തെ കണ്ടു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ മെയിൻ ഇമ്പോർട്ടൻറ്റ് പാർട്സ് എന്ന് പറയുന്നത് കേർണൽ ആൻഡ് ഷെല്ലാണ്. ആദ്യം നമ്മൾ പഠിക്കുന്നത് കേർണലാണ്. അപ്പോൾ ഷെല്ലിൻ്റെയും ഹാർഡ്വെയറിൻ്റെയും ഒരു ബ്രിഡ്ജായിട്ട് ആക്ട് ചെയ്യുന്നത് കേർണലാണ്. ഇറ്റ് ഈസ് ദ കോർ ഓഫ് ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ കോർ, അതായത് എല്ലാ ഓപ്പറേഷൻസും പെർഫോം ചെയ്യാൻ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് കേർണലാണ്. എല്ലാ പ്രോഗ്രാംസും റൺ ചെയ്യുന്നതും സെക്യൂർ ആക്സസ്, ഹാർഡ്വെയറിലേക്ക് ഒരു സെക്യൂർ ആക്സസ് പ്രൊവൈഡ് ചെയ്യുന്നതും കേർണലാണ്. അതായത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ചെയ്യുന്ന ഒട്ടുമിക്ക ഫങ്ഷൻസും കേർണലിലാണ് നടക്കുന്നത്. Then what is shell? Shell acts as an interpreter to convert the commands from the user to a machine code. യൂസർ ഒരിക്കലും ബൈനറി ലാംഗ്വേജോ അല്ലെങ്കിൽ മെഷീൻ്റെ ലാംഗ്വേജോ അല്ല ഉപയോഗിക്കുന്നത്.
നമ്മുടെ യൂസറിൻ്റെ ഭാഷ അല്ലെങ്കിൽ ഹൈ ലെവൽ ലാംഗ്വേജ് കൺവേർട്ട് ചെയ്ത് മെഷീൻ കോഡിലേക്ക് കൺവേർഷൻ നടക്കുന്ന ഒരു ഭാഗമാണ് ഷെൽ എന്ന് പറയുന്നത്. ഷെല്ലിന് രണ്ട് തരത്തിൽ നമുക്ക് കമാൻഡ്സ് കൊടുക്കാം. കമാൻഡ് ലൈൻ ഷെൽ ആൻഡ് ഗ്രാഫിക്കൽ ഷെൽ. നിങ്ങൾ സാധാരണ നമ്മുടെ ഡോസിൽ MS ഡോസിലൊക്കെ ആണെങ്കിൽ നമ്മൾ കമാൻഡ് ലൈനിൽ കമാൻഡ്സ് ടൈപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ വർക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ്, ഉദാഹരണത്തിന് നിങ്ങളുടെ ഡെസ്ക്ടോപ്പിൽ തന്നെ നിങ്ങൾ കുറേ ഐക്കൺസും ഫോൾഡേഴ്സും പിക്ചേഴ്സും കാണും. അതിനെയാണ് ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ രണ്ട് തരത്തിലുള്ള ഷെല്ലുണ്ട്. കമാൻഡ് ലൈൻ ഷെൽ, അതായത് ക്യാരക്ടർ യൂസർ ഇൻ്റർഫേസ് യൂസ് ചെയ്യുന്നതും ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് ചെയ്യുന്ന രണ്ട് തരത്തിലുള്ള ഷെല്ലുകളുണ്ട്. ഷെല്ലിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ യൂസർ കൊടുക്കുന്ന കമാൻഡ്സിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്ത് കേർണലിലേക്ക് റിക്വസ്റ്റ് കൊടുക്കുക എന്നുള്ളതാണ്. എല്ലാ റിക്വസ്റ്റുകളും പ്രോസസ്സ് ചെയ്ത് ആക്ഷൻ പെർഫോം ചെയ്ത് തിരിച്ച് റിസൾട്ട് ഡിസ്പ്ലേ ചെയ്യുന്നത് കേർണലാണ്. Let us discuss the different types of operating system. ആദ്യമായിട്ട് സിംഗിൾ യൂസർ സിംഗിൾ ടാസ്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താണെന്ന് നോക്കാം. സിംഗിൾ യൂസർ സിംഗിൾ ടാസ്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പേര് പോലെ തന്നെ ഒരൊറ്റ ടാസ്ക് അറ്റ് എ ടൈം ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. MS DOS പോലെയുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങൾ ഇതിനൊരു ഉദാഹരണമാണ്. ഒരു സമയത്ത് ഒരു ടാസ്ക് മാത്രമാണ് ചെയ്യാൻ സാധിക്കുക. ഉദാഹരണത്തിന് ഒരു ഡോക്യുമെൻ്റ് പ്രിൻ്റ് എടുക്കുന്ന സമയത്ത് വേറൊരു ടാസ്ക് നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. ഡോക്യുമെൻ്റ് പ്രിൻ്റ് എടുത്തതിന് ശേഷം ഇനി അടുത്ത ടാസ്ക്കായി നമുക്ക് ഏതെങ്കിലും ഒരു ഫയൽ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം. അതായത് അറ്റ് എ ടൈം ഒരു സിംഗിൾ ടാസ്ക് ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് സിംഗിൾ യൂസർ സിംഗിൾ ടാസ്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. നെക്സ്റ്റ് ഇസ് സിംഗിൾ യൂസർ മൾട്ടി ടാസ്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഒരു യൂസറിന് മോർ ദാൻ വൺ പ്രോസസ് ഓർ ടാസ്ക് അറ്റ് എ ടൈം ചെയ്യാൻ സാധിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണിത്. ഒരു യൂസറിന് മൾട്ടിപ്പിൾ ടാസ്കുകൾ അറ്റ് എ ടൈം ചെയ്യാൻ പറ്റും. സച്ച് ആസ് ഡോക്യുമെൻറ്റിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ പ്രിൻ്റ് ചെയ്യാം, മ്യൂസിക്കിൽ ലിസൺ ചെയ്യാം, വേറെ എന്തെങ്കിലും ഇൻ്റർനെറ്റ് എക്സ്പ്ലോററിൽ എന്തെങ്കിലും സെർച്ച് ചെയ്യുകയോ ബ്രൗസ് ചെയ്യുകയോ ഒക്കെ ചെയ്യാം. വിൻഡോസ്, ലിനക്സ്, മാക് OS എല്ലാം മൾട്ടി ടാസ്കിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഉദാഹരണങ്ങളാണ്. നെക്സ്റ്റ് ഇസ് മൾട്ടി യൂസർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. Multi-user operating system allows multiple users at a time. ഒരേ സമയം ഒന്നിലധികം യൂസേഴ്സിന് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉപയോഗിക്കാൻ സഹായിക്കുന്നതാണ് മൾട്ടി യൂസർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഉദാഹരണത്തിന് സെർവർ OS ആയ വിൻഡോസ് സെർവർ, ലിനക്സ് സെർവർ, യുണിക്സ് സെർവർ എല്ലാം മൾട്ടി യൂസർ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് എക്സാമ്പിൾസ് ആണ്. മൾട്ടി യൂസർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം നെറ്റ്വർക്കിംഗ് യൂസ് ചെയ്തുകൊണ്ട് ഡാറ്റയും അപ്ലിക്കേഷൻസിനെയും മൾട്ടിപ്പിൾ യൂസേഴ്സിന് ഒരേ സമയം ഷെയർ ചെയ്യുന്നു. നെക്സ്റ്റ് ഇസ് മൾട്ടി പ്രോസസ്സിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. മൾട്ടി പ്രോസസ്സിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഹാസ് 2 or more processors running in parallel. ഒരേ സമയം ഒന്നോ അതിലധികമോ പ്രോസസ്സേഴ്സ് വർക്ക് ചെയ്യുന്നതാണ് മൾട്ടി പ്രോസസ്സിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് പാരലൽ പ്രോസസ്സിംഗ്. പ്രോസസ്സേഴ്സ് പാരലലായി വർക്ക് ചെയ്യുന്നതുകൊണ്ട് പാരലൽ പ്രോസസ്സിംഗ് എന്നും വിളിക്കുന്നു. മൾട്ടിപ്പിൾ പ്രോസസ്സേഴ്സ് വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ വളരെയധികം കോംപ്ലക്സ് ആപ്ലിക്കേഷൻസ് ഒക്കെ ഉള്ളപ്പോൾ നമ്മുടെ സിസ്റ്റത്തിൻ്റെ എഫിഷ്യൻസി കൂട്ടാനും മൾട്ടി പ്രോസസ്സിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉപയോഗിക്കാം. വിൻഡോസ്, ലിനക്സ്, യുണിക്സ് OS എല്ലാം മൾട്ടി പ്രോസസ്സിംഗ് സപ്പോർട്ട് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് ഇസ് എംബഡഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഏതെങ്കിലും ഒരു പ്രത്യേക ഡിവൈസിൻ്റെ റോമിൽ എംബഡ് ചെയ്തിരിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെയാണ് എംബഡഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഈസ് യൂഷ്വലി യൂസ്ഡ് ഇൻ എംബഡഡ് സിസ്റ്റംസ് in appliances like microwaves, washing machines and traffic control systems. മൈക്രോവേവ്സ്, വാഷിംഗ് മെഷീൻ, ട്രാഫിക് കൺട്രോൾ സിസ്റ്റം, അതേപോലെ ഒട്ടനവധി അപ്ലയൻസസ് ഇന്ന് എംബഡഡ് സിസ്റ്റത്തിലാണ് വർക്ക് ചെയ്യുന്നത്. എംബഡഡ് സിസ്റ്റം എന്താണെന്ന് നോക്കാം. എംബഡഡ് സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ എംബഡഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണെന്ന് നമ്മൾ പഠിച്ചു. ഇനി എന്താണ് എംബഡഡ് സിസ്റ്റം എന്ന് നോക്കാം. An embedded system is a microprocessor or microcontroller based system of hardware and software designed to perform dedicated function within a large mechanical or electrical system.
ഒരു മൈക്രോ പ്രോസസ്സറോ മൈക്രോ കൺട്രോളറോ ഉപയോഗിച്ച് ഹാർഡ്വെയറിൻ്റെയും സോഫ്റ്റ്വെയറിൻ്റെയും കോമ്പിനേഷനിലൂടെ ഒരു ഡെഡിക്കേറ്റഡ് ആയ എന്തെങ്കിലും ടാസ്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന സിസ്റ്റത്തിനെയാണ് എംബഡഡ് സിസ്റ്റം എന്ന് വിളിക്കുന്നത്. എംബഡഡ് സിസ്റ്റം ഈസ് ഇറ്റ്സെൽഫ് എ പാർട്ട് ഓഫ് എ ലാർജർ മെക്കാനിക്കൽ ഓർ ഇലക്ട്രിക്കൽ സിസ്റ്റം. ഒന്നുകിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും മെക്കാനിക്കലോ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ സിസ്റ്റത്തിൻ്റെയോ ഭാഗമായിട്ടാണ് എംബഡഡ് സിസ്റ്റം പ്രവർത്തിക്കാറുള്ളത്. നമ്മൾ ദൈനംദിന ജീവിതത്തിൽ കാണുന്ന ഒരുപാട് ഉദാഹരണങ്ങൾ എംബഡഡ് സിസ്റ്റത്തിൻ്റെ ആപ്ലിക്കേഷൻസ് ആണ്. ഫോർ എക്സാമ്പിൾ MP3 പ്ലെയർ, മൊബൈൽ ഫോൺ, വീഡിയോ ഗെയിം കൺസോൾ, ഡിജിറ്റൽ ക്യാമറ, DVD പ്ലെയർ, GPS, അതേപോലെ ഹൗസ് ഹോൾഡ് അപ്ലയൻസസ് ആയ മൈക്രോവേവ് ഓവൻ, വാഷിംഗ് മെഷീൻ, ഡിഷ് വാഷർ എല്ലാം എംബഡഡ് സിസ്റ്റത്തിൻ്റെ ആപ്ലിക്കേഷൻസ് ആണ്. ഒരു എംബഡഡ് സിസ്റ്റത്തിൻ്റെ ബേസിക് ഹാർഡ്വെയർ കമ്പോണൻസ് ഒന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, സെൻസേഴ്സ് വിച്ച് കൺവേർട്ട് ഫിസിക്കൽ സെൻസ് ഡാറ്റ ഇൻടു ഇലക്ട്രിക്കൽ സിഗ്നൽസ്. ഫിസിക്കൽ ഡാറ്റയെ ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആയി കൺവേർട്ട് ചെയ്യാൻ സെൻസേഴ്സ് ഉണ്ട്. സെൻസേഴ്സിൽ നിന്ന് കിട്ടുന്ന ഇലക്ട്രിക്കൽ സിഗ്നൽ അനലോഗ് മോഡിലായിരിക്കും. ഡിജിറ്റൽ സിഗ്നലായി കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടേഴ്സ് ഉണ്ട്. അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടേഴ്സ് change an analog electrical signal into digital one. Next is processors, which process these digital signals and store them in memory. ഇനി അടുത്തത് പ്രോസസ്സേഴ്സ് ആണ്. ഈ ഡിജിറ്റൽ സിഗ്നൽസിനെ പ്രോസസ്സ് ചെയ്ത് മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടേഴ്സ് ചേഞ്ച് ദ ഡിജിറ്റൽ ഡാറ്റ ഫ്രം ദ പ്രോസസ്സർ ഇൻ ടു അനലോഗ് ഡാറ്റ. ഈ കിട്ടുന്ന ഡിജിറ്റൽ ഡാറ്റയെ വീണ്ടും അനലോഗ് ഡാറ്റയായി കൺവേർട്ട് ചെയ്യുന്നത് ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടേഴ്സ് ആണ്. എല്ലാം കഴിഞ്ഞ് ആക്ച്വേറ്റേഴ്സ് ആക്ച്വൽ ഔട്ട്പുട്ടും മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത ഔട്ട്പുട്ടും തമ്മിൽ ചെക്ക് ചെയ്ത് കറക്റ്റ് വൺ ചൂസ് ചെയ്യുന്നു. ഓരോ എംബഡഡ് സിസ്റ്റം അനുസരിച്ച് അവരുടെ ഹാർഡ്വെയറിലെ കമ്പോണൻസും സോഫ്റ്റ്വെയറിലും ചില മാറ്റങ്ങൾ ഉണ്ടാകും. നമ്മൾ ബേസിക് ആയിട്ടുള്ള ഒരു എംബഡഡ് സിസ്റ്റത്തിനെ കുറിച്ചാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. എംബഡഡ് സിസ്റ്റത്തിൻ്റെ സ്ട്രക്ചർ ഡയഗ്രമാണിത്. സെൻസേഴ്സിൽ നിന്ന് അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടറിലേക്ക് ഫിസിക്കൽ ഡാറ്റയെ ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആയി കൺവേർട്ട് ചെയ്ത് അയക്കുന്നു. അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ അനലോഗ് ആയിട്ടുള്ള സിഗ്നൽസിനെ ഡിജിറ്റൽ സിഗ്നൽസ് ആയി കൺവേർട്ട് ചെയ്ത് പ്രോസസ്സറിലേക്ക് പ്രോസസ്സ് ചെയ്യാൻ അയക്കുന്നു. പ്രോസസ്സറോ അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ സ്പെസിഫിക് ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് ആയിരിക്കും ഉണ്ടാവുക. ആ ഒരു പ്രോസസ്സർ ഡാറ്റയെ പ്രോസസ്സ് ചെയ്ത് മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്യുകയും വീണ്ടും ഡിജിറ്റൽ ഡാറ്റയെ അനലോഗായി കൺവേർട്ട് ചെയ്യാൻ ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടറിലേക്ക് സെൻഡ് ചെയ്യുന്നു. ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടർ അനലോഗ് ഡാറ്റയായി കൺവേർട്ട് ചെയ്ത് ആക്ച്വേറ്ററിലേക്ക് അയക്കുന്നു. ആക്ച്വേറ്റർ ഔട്ട്പുട്ടിനെ ചെക്ക് ചെയ്തതിന് ശേഷം റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യും. Next is system commands in an OS. What is a system command? System command is a specific order from a user to the computer's operating system. ഒരു കമ്പ്യൂട്ടറിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലേക്ക് കൊടുക്കുന്ന ഒരു സ്പെസിഫിക് ഓർഡർ, യൂസറിൻ്റെ ഓർഡറിനെയാണ് സിസ്റ്റം കമാൻഡ് എന്ന് പറയുന്നത്. നമുക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റവുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ രണ്ട് മെത്തേഡുകളാണ് ഉള്ളത്. ഒന്ന് കമാൻഡ് ലൈൻ ഇൻ്റർഫേസും ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസും. അത് കമാൻഡ് ലൈൻ ഇൻ്റർഫേസ് എന്ന് പറയുന്നത് കമാൻഡ് പ്രോംപ്റ്റിൽ ഓരോ കമാൻഡ്സിൻ്റെ ടാസ്കുകൾ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. Part of the operating system that handles command is called a command interpreter or a shell. ഡിസ്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലും വിൻഡോസിലും കോമൺലി യൂസ് ചെയ്യുന്ന കുറച്ച് സിസ്റ്റം കമാൻഡ്സിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. നമ്മുടെ കമാൻഡ് പ്രോംപ്റ്റിലാണ് നമ്മൾ ഈ കമാൻഡ്സ് എല്ലാം ടൈപ്പ് ചെയ്ത് നോക്കേണ്ടത്. നിങ്ങളെല്ലാവരും ഈ കമാൻഡ്സ് പഠിച്ചതിന് ശേഷം നിങ്ങളുടെ വീട്ടിലെ സിസ്റ്റം ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ആദ്യത്തെ കമാൻഡ് CD, ഫുൾ ഫോം ചേഞ്ച് ഡയറക്ടറി. This is a command used to switch directories in MS-DOS and the Windows command line. Directories അല്ലെങ്കിൽ ഫോൾഡേഴ്സ് തമ്മിൽ സ്വിച്ച് ചെയ്യാൻ അല്ലെങ്കിൽ ഒന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയാണ് CD എന്ന കമാൻഡ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് കമാൻഡ് ഈസ് DIR. സിമ്പിൾ കമാൻഡാണ്. ഒരു ഫയൽസിനെയോ ഡയറക്ടറീസിനെയോ കുറിച്ചുള്ള എല്ലാം ഡിസ്പ്ലേ ചെയ്യുന്ന കമാൻഡാണ് DIR. Next command is copy command. It allows to copy one or more files to an alternate location.
ഏതെങ്കിലും ലൊക്കേഷനിലേക്ക് ഫയൽസിനെ ഒന്നോ അതിലധികം ഫയൽസിനെ കോപ്പി ചെയ്യാൻ യൂസ് ചെയ്യുന്ന കമാൻഡാണ് കോപ്പി കമാൻഡ്. നെക്സ്റ്റ് കമാൻഡ് ഈസ് del. ഇറ്റ് ഈസ് യൂസ്ഡ് ടു delete files from the computer. ഏതെങ്കിലും ഫയൽസിനെ ഡിലീറ്റ് ചെയ്യാനാണ് del കമാൻഡ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് കമാൻഡ് ഈസ് cls കമാൻഡ്. cls കമാൻഡ് ഈസ് യൂസ്ഡ് ടു കംപ്ലീറ്റ്ലി ക്ലിയർ ദ കണ്ടൻസ് ഓഫ് ദ സ്ക്രീൻ. ഉപയോഗിച്ച് ഒരു സ്ക്രീനിലെ എല്ലാ കണ്ടൻസും കംപ്ലീറ്റ്ലി ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നു. നെക്സ്റ്റ് ഇസ് എഡിറ്റ് കമാൻഡ്. ഒരു ടെക്സ്റ്റ് ഫയലിനെ വ്യൂ ചെയ്യാനോ ക്രിയേറ്റ് ചെയ്യാനോ മോഡിഫൈ ചെയ്യാനാണ് എഡിറ്റ് കമാൻഡ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് കമാൻഡ് ഇസ് മൂവ് കമാൻഡ്. ഒരു ഫയലിനെയോ ഡയറക്ടറിയോ ഒരു ഫോൾഡറിൽ നിന്ന് വേറൊരു ഫോൾഡറിലേക്കോ ഡ്രൈവിലേക്കോ മൂവ് ചെയ്യാനോ ട്രാൻസ്ഫർ ചെയ്യുവാനോ ആണ് മൂവ് കമാൻഡ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് കമാൻഡ് ഇസ് REN, ഫുൾ ഫോം റീനെയിം. ഇറ്റ് ഈസ് യൂസ്ഡ് ടു റീനെയിം files and directories from the original name to a new name. ഫയൽസിനും ഡയറക്ടറീസിനും പുതിയ പേര് കൊടുക്കാനാണ് REN കമാൻഡ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് കമാൻഡ് ഈസ് del tree. ഇറ്റ് ഈസ് ദ ഷോർട്ട് ഫോം ഫോർ delete tree. പേര് കേട്ടാൽ തന്നെ അറിയാം, ഫയൽസിനെയും ഡയറക്ടറീസിനെയും പെർമനൻ്റ്ലി കമ്പ്യൂട്ടറിൽ നിന്ന് ഡിലീറ്റ് ചെയ്യാനാണ് del tree കമാൻഡ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് കമാൻഡ് ഈസ് format command. Format command is used to completely erase information from a computer drive or a disk. ഒരു കമ്പ്യൂട്ടർ ഡിസ്കിൽ നിന്നോ അല്ലെങ്കിൽ ഫിക്സഡ് ഡ്രൈവിൽ നിന്ന് എല്ലാ ഇൻഫോർമേഷൻ പൂർണ്ണമായും ഇറേസ് ചെയ്യാനാണ് ഫോർമാറ്റ് കമാൻഡ് യൂസ് ചെയ്യുന്നത്. ഇനി ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന ചില സിസ്റ്റം കമാൻഡ്സ് ഒന്ന് നോക്കാം. ease command. It is used to know what files are in the directory. അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന ഡയറക്ടറിയിൽ ഏതൊക്കെ ഫയൽസ് ആണുള്ളത് എന്ന് ഡിസ്പ്ലേ ചെയ്യുന്ന കമാൻഡാണ് ഈസ് കഴിഞ്ഞ് ഹൈഫണിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഹിഡൻ ഫയൽസ് വരെ നമുക്ക് കാണാൻ സാധിക്കും. നെക്സ്റ്റ് കമാൻഡ് ഇസ് pwd. To know which directory you are in, you can use the pwd command. നമ്മൾ ഏത് ഡയറക്ടറിയിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് അറിയാനാണ് pwd കമാൻഡ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഈസ് cd കമാൻഡ്. ഒരു ഡയറക്ടറിയിലേക്ക് ചേഞ്ച് ചെയ്ത് പോകാനായിട്ടാണ് cd കമാൻഡ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് കമാൻഡ്സ് ആർ mkdir and rmdir. മേക്ക് ഡയറക്ടറി അല്ലെങ്കിൽ ഒരു ഫോൾഡറോ അല്ലെങ്കിൽ ഡയറക്ടറിയോ ക്രിയേറ്റ് ചെയ്യാനാണ് mkdir കമാൻഡ് യൂസ് ചെയ്യുന്നത്. അതേപോലെ റിമൂവ് ഡയറക്ടറി എന്നാണ് rmdir ഉദ്ദേശിക്കുന്നത്. ഒരു ഡയറക്ടറിയോ ഫയലോ റിമൂവ് ചെയ്യാനോ ഡിലീറ്റ് ചെയ്യാനോ ആണ് rmdir കമാൻഡ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഈസ് rm കമാൻഡ്. rm കമാൻഡ് ഉപയോഗിച്ച് നമുക്ക് ഫയൽസും ഡയറക്ടറീസും കംപ്ലീറ്റ് ആയി ഡിലീറ്റ് ചെയ്ത് കളയാം. നെക്സ്റ്റ് ഈസ് ടച്ച് കമാൻഡ്. ടച്ച് കമാൻഡ് ഈസ് യൂസ്ഡ് ടു ക്രിയേറ്റ് ആൻ എംപ്റ്റി ഫയൽ. നെക്സ്റ്റ് ഈസ് man and help command. Man and help command is used to know more about commands. കമാൻഡുകളെ കുറിച്ച് കൂടുതൽ അറിയാനാണ് man and help command യൂസ് ചെയ്യുന്നത്. Next is cp command. Using the cp command you can copy files through the command line. ഫയൽസിനെ കോപ്പി ചെയ്യാനാണ് cp command യൂസ് ചെയ്യുന്നത്. Next is mv command. mv command ഉപയോഗിച്ച് ഫയൽസിനെ മൂവ് ചെയ്യാൻ സാധിക്കുന്നു. ഒരു ഫയലിനെ ലൊക്കേറ്റ് ചെയ്യാനാണ് ലൊക്കേറ്റ് കമാൻഡ് യൂസ് ചെയ്യുന്നത്. ലൊക്കേറ്റ് കമാൻഡ് ഈസ് യൂസ് ടു ലൊക്കേറ്റ് എ ഫയൽ ഇൻ എ ലിനക്സ് സിസ്റ്റം. നമ്മുടെ വിൻഡോസിലെ സെർച്ച് കമാൻഡ് പോലെ തന്നെ ഉള്ളൊരു കമാൻഡാണ് ലൊക്കേറ്റ് കമാൻഡ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻ്റർഫേസ് യൂസ്ഡ് ഫോർ ബയോമെട്രിക് ഡാറ്റ കളക്ഷൻ. അധികമൊന്നുമില്ല. ബയോമെട്രിക് ഡാറ്റ കളക്ഷന് ഉപയോഗിക്കേണ്ടതായ ഇൻ്റർഫേസ് എങ്ങനെയാണ് നമ്മുടെ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. ബയോമെട്രിക് ഡാറ്റ കളക്ഷൻ റിക്വയർഡ് ഫോർ applications such as Aadhaar card require the interface program to get installed on our existing computer system. നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ആക്കിയതിന് ശേഷം ആധാർ പോലെയുള്ള ബയോമെട്രിക് ഡാറ്റ കളക്ഷൻ സോഫ്റ്റ്വെയറുകൾ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. നെക്സ്റ്റ് അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. എക്സ്പ്ലെയിൻ ആർക്കിടെക്ചർ ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം.
കേർണലും ഷെല്ലും അടങ്ങുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ആർക്കിടെക്ചർ ഡയഗ്രാം വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യുക. നെക്സ്റ്റ്, എക്സ്പ്ലെയിൻ ദി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് എക്സ്പ്ലെയിൻ ചെയ്യാം. തേർഡ് ക്വസ്റ്റ്യൻ, റൈറ്റ് എ നോട്ട് ഓൺ എംബെഡഡ് സിസ്റ്റം. എംബെഡഡ് സിസ്റ്റത്തിനെ കുറിച്ചൊരു ഷോർട്ട് നോട്ട് തയ്യാറാക്കുക. എക്സ്പ്ലെയിൻ എനി 5 ഡിഫറെൻറ്റ് സിസ്റ്റം കോൾസ് ഇൻ ഡോസ് ആൻഡ് ലിനക്സ്. ലിനക്സിലും ഡോസിലും ഉപയോഗിക്കുന്ന 5 സിസ്റ്റം കോൾസ് എഴുതുക. ഡോസിന് പ്രത്യേക 5 എണ്ണം എഴുതുക, ലിനക്സിൻ്റെ പ്രത്യേക 5 എണ്ണം എഴുതി വൊക്കേഷണൽ ടീച്ചറിന് അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യുക. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ടിൽ ദെൻ, ബൈ, താങ്ക് യു.